ഹേയ് ഹലോ അസ്സാം വലൈക്കും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. വൈറൽ ഫീവർ വന്നിട്ട് വീട്ടിൽ എല്ലാവരും ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു യാത്ര പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് നമ്മൾ 3 ഗേൾസാണ് പോണത്. ആൻഡ് നമ്മൾ പോണത് അത്യാവശ്യം ദൂരത്തേക്കാണ്, അഹമ്മദാബാദിലേക്കാണ് പോണത്. ആൻഡ് നമ്മൾ ബൈ ട്രെയിനാണ് പോണത്. അപ്പോൾ ഒരു 27 26 to 27 hours എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി ഞാൻ ഒരു ട്രെയിൻ ജേർണി നടത്തിയിട്ട്. അങ്ങനെയല്ല, ചെറിയ ജേർണിയൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഇത്ര ലോങ് ആയിട്ടുള്ളൊരു ജേർണി പോയിട്ട് കുറേ കാലമായിക്കിന്. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല. ഞാൻ ഭയങ്കര ഓഫായിട്ടുള്ളൊരു കണ്ടീഷനിലാണ് ഉള്ളത് കേട്ടോ. ഒരു യാത്ര പോകാനുള്ള ഒരു മൂഡിലല്ല ഉള്ളത്. പക്ഷേ ഇത് നമ്മൾ എത്രയോ മുന്നേ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തു. ആൻഡ് പോകേണ്ടൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേറെ വഴിയില്ല. അപ്പം നമ്മൾ ട്രെയിനിലിപ്പോൾ ഇന്ന് 4 o'clockനാണ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നാളെ 9 മണിയാവും അവിടെ എത്താൻ വേണ്ടിയിട്ട്. സോ നാളത്തേക്കുള്ള ഫുഡ് ഐറ്റംസ് ആട്ടോ ഞാൻ പാക്ക് ചെയ്യണത്. നമ്മൾ 3 പേര് ആയതുകൊണ്ട് 3 പേരും സ്പ്ലിറ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക, പുളിയോഗ്രി പറഞ്ഞിട്ട് ഒരു റൈസാണ്. പുളിയെല്ലാം ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു റൈസ്. അത് നാളത്തേക്കുള്ള കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ വരട്ടിയതും. അത് ആക്ച്വലി തമിഴ്നാട്ടിലൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ കുറച്ച് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. സോ ചാർജസും വയേഴ്സും എല്ലാം എങ്ങനെയൊക്കെയോ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫാമിലീൻ്റെ കൂടെ അല്ലല്ലോ, നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാണല്ലോ. സോ ഇതിലൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ. നമ്മളെ ബിലോങ്ങിങ്സ്, പിന്നെ നമ്മളെ ബാക്കിൽ ഇങ്ങനെ നടന്നിട്ട് ഇതെടുത്തോ എന്ന് ഓർമ്മിപ്പിക്കാനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. നമ്മളെല്ലാ കാര്യങ്ങളും ഫുൾ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ തന്നെ കൊണ്ട് നടക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് എനിക്ക്. അതൊന്നും ശരിയായിട്ടില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും പനിയാണ്, കുട്ടികൾക്കൊക്കെ പനിയാണ്. അപ്പോൾ അതെന്താവും എന്നുള്ള ആ ഒരു ടെൻഷനുണ്ട്. അവരിങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ള ടെൻഷൻ. യൂഷ്വലി ഞാൻ ഒരുപാട് ഫുഡെല്ലാം കുക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ യാത്രയൊക്കെ പോകാറ്. പക്ഷേ ഇത് കുക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ട് ഇവർക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഒരു യാത്ര തുടങ്ങുന്നത്. അപ്പോഴത്തേ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ആണ്. ഫുൾ AC ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് AC, തേർഡ് AC, സെക്കൻഡ് AC ആൻഡ് കൂപ്പേ. അപ്പോൾ ഞാൻ കൂപ്പേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 3 പേരായതുകൊണ്ട് ചിലപ്പം കൂപ്പേ എടുത്തു കഴിഞ്ഞാൽ നാലാമതൊരു പുറത്തുനിന്നുള്ള ഒരാളാകുമ്പോൾ നമുക്കതിൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ നോക്കുന്ന ഒരു ഇതിൽ ഇല്ല കേട്ടോ. അപ്പോൾ കൺഫേം ടിക്കറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് AC തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പല ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഭയങ്കരമായ ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് ചങ്ങല കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കയറിയ പാടന്നെ നമ്മളെ സീറ്റും പിന്നെ നമ്മളെ ബാഗ്സും എല്ലാം കണക്ട് ചെയ്തിട്ട് ഞാനതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചു. ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഒരു ആൻറ്റിസിപ്പേഷൻ, അങ്ങനെ ഞാൻ അതെല്ലാം ലോക്ക് ചെയ്ത്. കാരണം നമ്മൾ ലഗേജെല്ലാം ആരെങ്കിലും മാറി കൊണ്ടുപോയാൽ നമ്മളാകെ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെയുള്ളൊരു തോട്ടാണ് കേട്ടോ എൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും നമ്മൾ ബാഗോ എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകുമോ, അങ്ങനെ പല കാര്യങ്ങളായിരുന്നു എൻ്റെ ആൻറ്റിസിപ്പേഷനിലുണ്ടായിരുന്നത്. പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒരു പണിയുമില്ലല്ലോ. സോ നമ്മളൊരു 6 ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ഫുഡടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരാൾ പത്തിരി, അതായത് രാത്രിത്തേക്കും രാവിലത്തേക്കും ഉള്ള പത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ ചിക്കൻ ഫ്രൈ ആണ്, രാത്രിത്തേക്ക് രാവിലത്തേക്ക് ചിക്കൻ ഫ്രൈ. ആൻഡ് നെക്സ്റ്റ് ഡേ ഉച്ചക്കത്തേക്ക് ഞാൻ എടുത്ത മീലാണ്. അപ്പോൾ പോണ സമയത്ത് നമ്മളടുത്ത് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കഴിച്ചിട്ട് തന്നെ തീർന്നിട്ടില്ല.
ആൻഡ് അവിടെ എത്തിയ സമയത്ത്, അതായത് അഹമ്മദാബാദ് എത്തിയ സമയത്തും നമ്മളെടുത്ത് ഈ പത്തിരിയും പിന്നെ ചിക്കനെല്ലാം ബാക്കി ഉണ്ടായിട്ട് നമ്മളത് ആർക്കെല്ലോ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ തിരിച്ച് വരുമ്പോഴാണ് ഫുഡിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായത്. അപ്പോൾ അഹമ്മദാബാദിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എയർബിഎൻബി ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. പക്ഷേ അത് പിന്നെ ഞാൻ നോക്കുമ്പോൾ റേറ്റിംഗ് ഒക്കെ ഭയങ്കര മോശവും പിന്നെ തീരെ റിവ്യൂ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. സോ നമ്മളെന്ത് ചെയ്തു, എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെയാണെങ്കിൽ അവർ ജെയിൻസ് ആണ്. സോ നമുക്ക് നോൺ വെജ് ഒന്നും അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റൂമിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ, നോൺ വെജ് എല്ലാം ഇവിടെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യണം. അങ്ങനെ ട്രെയിനിൽ നമ്മളെ ഈ ഒരു ഇവിടെ നമ്മൾ 3 പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി നല്ലൊരു പ്രൈവസി ഉണ്ടായിരുന്നു. ആൻഡ് സമയം പോക്കണ്ട ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ പുതിയ ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. ഫേസ് ടവലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാണ്, ഇങ്ങനെ ട്രെയിനിൽ ഫേസ് ടവലൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് ഫുൾ എ സി ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര തണുപ്പായിരുന്നു. എനിക്കാണെങ്കിൽ ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് തണുപ്പും പറ്റുന്നില്ല. അങ്ങനെ ഇതുപോലത്തെ 3 ഷീറ്റ്സ് ഇങ്ങനെ കൂട്ടിക്കെട്ടി ഒന്നായിട്ട്, എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ പുതച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു. 2 ലോവർ ബെർത്തും ഒരു അപ്പർ ബെർത്തും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പർ ബെർത്തിലായിരുന്നു ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ആണെങ്കിൽ നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇവിടെ നല്ല ചായ കുടിയും പിന്നെ എന്തെല്ലോ കഴിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഏർലി മോർണിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ ഒരു അറ്റൻഡർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്ലാങ്കറ്റ്, ഷീറ്റ്സ്, പില്ലോസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോയിട്ടോ. അതെൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്ലിപ്പില്ലേ, നോട്ടീസില്ലേ, അതിലൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. തലയിൽ ഒരു ലോഡ് ടെൻഷനായിട്ട് കയറി ഞാൻ നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് കൂളാവാൻ തുടങ്ങി കേട്ടോ. കാരണം ഇങ്ങനെ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മളെ മൈൻഡിനെ റിലാക്സ് ചെയ്യിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂടുള്ള പോഹ വന്നപ്പോൾ നമ്മൾ അത് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ട്രെയിനിൽ തന്നെ പാൻട്രി ഉണ്ടല്ലോ, അപ്പോൾ അവർ തന്നെ മോർണിംഗും ആഫ്റ്റർനൂണും പിന്നെ ഡിന്നറും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർഡർ വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രെയിനിൽ നിന്ന് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴുള്ള കാഴ്ചകൾ ഭയങ്കര സ്പെക്ടാക്കുലറാണ് കേട്ടോ. മാഷാഅല്ലാ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. അപ്പം നമ്മളിപ്പോൾ രത്നാഗിരി എത്തിയിട്ടുണ്ട്. രത്നാഗിരി മാങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ പോയി നോക്കിയപ്പോൾ മാങ്ങ ഒന്നുമില്ല, വേറെ ഫ്രൂട്ട്സ്, ബനാന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തിൽ വരും നിർത്താൻ കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്ന്. രാവിലെ പോഹ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പില്ല. പിന്നെ എനിക്ക് ഈ മൂവിങ് ട്രെയിനിൻ്റെ ഡോറിൻ്റെ അവിടെ നിൽക്കാനൊക്കെ ഭയങ്കര പേടിയാട്ടോ. എനിക്ക് ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്ന് ഫോൺ സ്നാച്ച് ചെയ്യുമോ, അങ്ങനെ പല പല പേടികളാണ്. പിന്നെ നമ്മൾ എങ്ങാനും വീണ് പോകുമോ എന്നൊക്കെ ഒരു പേടിയാണ്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ 3 പേരും കൂടെ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ പോകണമെന്ന്. കാരണം നമ്മൾ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിലാണ് വീണ്ടും വീണ്ടും പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൂറത്തിലാണ്, അത് ഫസ്റ്റ് ടൈമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ജയ്പൂരായിരുന്നു, അതും നമ്മുടെ ഫസ്റ്റ് ടൈം. അഗെയിൻ ഇപ്പം നമ്മൾ പോണത് അഹമ്മദാബാദിൽ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് അവിടുത്തെ ഒരു സ്ഥലം അറിയില്ല, അവിടെ ആരെയും പരിചയമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ
എന്ത് ധൈര്യത്തിലാണ്, എങ്ങനെയാണ് നിങ്ങൾ പോണത്, എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്, ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് കേട്ടോ. അതിൻ്റെ കുട്ടൻസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ആൻഡ് ഈ ചോറ് കഴിക്കാൻ നമ്മൾ മൂന്നാളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ചിക്കൻ വേറെ സാരല്ല, ഇതെൻ്റെ ചിക്കൻ തോന്നുന്നു ആരെയൊക്കെ തുറത്തി. ഫുഡ് കേടൊന്നും ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നല്ല തണുപ്പായതുകൊണ്ട് ഭക്ഷണം തണുത്തിട്ടായിരിക്കുന്നത്. ചൂടില്ലാത്തതുകൊണ്ടുള്ള ചെറിയൊരു പ്രയാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും ചൂടോടൊക്കെ ഫുഡ് കഴിക്കാൻ അതൊരു ലക്ഷറി ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസം തോന്നുന്നു. പിന്നെ ഒന്നാമത് ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മുടെ ട്രെയിൻ സൂരത്ത് എത്തിയിട്ടുണ്ട്. സൂരത്ത് എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡോറിൻ്റെ ഇവിടെ വന്ന് നിന്നിട്ട് എന്തെങ്കിലും മാർക്കറ്റ്സോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാട്ടോ. അങ്ങനെ സൂരത്ത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 സ്റ്റേഷൻ കഴിഞ്ഞാൽ അഹമ്മദാബാദാണ് നമ്മുടെ സ്റ്റേഷൻ. ഏകദേശം എത്താനായിട്ടുണ്ട്. എത്തുന്നതിൻ്റെ ഒരു 15 മിനിറ്റ്സ് മുന്നേ നമ്മളിതേ ഇവിടെ ഡോറിൻ്റെ അടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇനി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, പിന്നെ റൂമിനെ കുറിച്ച് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. കാരണം എയർബിഎൻബി ആയതുകൊണ്ട് അതിലെന്താണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് അതുപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ എവിടെ പോയാലും ചെയ്യണ പോലെ തന്നെ നമ്മൾ സാധാരണ ഓട്ടോ കാര്യങ്ങളൊന്നും വിളിക്കലില്ല. നമ്മളെപ്പോഴും ഊബറാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ അഗെയിൻ സ്റ്റേഷനിലും നമ്മൾ ഊബർ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ എയർബിഎൻബിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും വലിയ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ട്രെയിനിലിരുന്ന് ഞാൻ അവരെ നല്ലോണം പേടിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ ബിലോങ്ങിങ്സൊക്കെ നല്ലോണം കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ആരെങ്കിലും സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകും, പിന്നെ നമ്മൾ ഫുൾ ഡേ ഓഫായി പോവും. അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇവരെ ഹാൻഡ് ബാഗ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുള്ളത്, ഇൻക്ലൂഡിങ് മീ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മളെ കയ്യിൽ നിന്ന് ഒരു സാധനം, നമ്മുടെ വാലറ്റാണ് അല്ലെങ്കിൽ ഫോണോ എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായി പോവില്ലേ. അങ്ങനെ നമ്മുടെ ലോങ് ജേണിക്ക് ശേഷം നമ്മുടെ റൂം എത്തിയിട്ടുണ്ട്. അടിപൊളി റൂമാട്ടോ. എങ്ങനെയാണോ നമ്മൾ ഇത്രയും കാലം നമ്മൾ റൂംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ദിസ് ടൈം നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് പോലാണ്. ഇവിടെ ഒരു ഹാളുണ്ട്, പിന്നെ അപ്പുറത്തേക്ക് ചെറിയൊരു വാഷ്റൂമും പിന്നെ ചെറിയ കിച്ചൺ എന്ന് പറയാനില്ല, എന്നാലും സിങ്കും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം, ബട്ട് ഓൺലി വെജിറ്റേറിയൻ. ഓക്കെ, അത് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. ഈവൻ എഗ്സ് ആർ നോട്ട് അലൗഡ് ഹിയർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. മറ്റേത് നമ്മൾ രാവിലെ എന്തെങ്കിലും എഗ്ഗറ്റ് ബോയിൽ ചെയ്ത് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു, അതൊന്നും നടന്നില്ല. ഇത് ഒരു വാഷ്റൂം, പിന്നെ ഇതൊരു കിച്ചൺ പോലെ നമുക്ക് വാഷ് ചെയ്യാനും പാത്രങ്ങൾ കഴുകി വെക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട്, ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്. ആൻഡ് ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു ലിവിങ് പോലെ കേട്ടോ. ഇവിടെ ഒരു സോഫ ആൻഡ് ഇവിടെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂംസും കാര്യങ്ങളാണ്. ഈ ഹൗസും ഇതെല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ 2 റൂമിലും, അതായത് ഈ ഒരു ലിവിങ്ങിലും പിന്നെ നമ്മുടെ റൂമാണ് അപ്പുറത്ത്. ഇവിടെ 2 സ്ഥലത്തും AC ഉണ്ട്. അപ്പോൾ ശരിക്കും 3-4 ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കിടക്കാം. പക്ഷേ 3 പീപ്പിളാണ് അവർ മാക്സിമം പറയണത്. പിന്നെ നമ്മുടെ റൂം, ഇവിടെ നമുക്ക് എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പില്ലോസ് ഉണ്ട്, ബെഡ്ഷീറ്റ്സ് ഉണ്ട്, ബ്ലാങ്കറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് നമ്മളെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണിയിലേക്ക് പിന്നെ നമ്മൾ അങ്ങനെ പോയിട്ടില്ല, കാരണം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നാളെ മുതൽ നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.